ഗോവയിലെ ബാഗ ബീച്ചിലാണ് ഞങ്ങളുള്ളത്. അപ്പം ഗോവൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഓട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നു. നമ്മളിപ്പം റൂമിൽ നിന്നിറങ്ങി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ്. ഗോവയിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റേകളും ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. അതായത് ചെറിയ ചെറിയ ഇടവഴിക്കൂടെ നടന്നു വന്നിട്ട് വേണം നമുക്ക് റൂമിലേക്ക് കയറാനായിട്ട്. ഇവിടെ ഒരു സ്റ്റേ ആണ്. നേരെ മുമ്പിൽ കാണുന്നതും നമുക്ക് ഒരു സ്റ്റേ ആണ്. നമ്മൾ ഒരു ദിവസത്തേക്കാണ് ഇന്നലെ റൂം എടുത്തത്. അപ്പോൾ അതൊന്ന് ഇന്നത്തെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെന്ന് അവരോട് പറയാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ റൂം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇന്നിപ്പം നേരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്, അതായത് കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഉച്ച കഴിഞ്ഞ് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടാണ്. നമ്മളിപ്പോൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ്. പുറകിലിപ്പോൾ വേറൊരു വണ്ടി വന്ന് പാർക്ക് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇറക്കാനൊരു പ്രയാസമാണ്. ഇപ്പം ആറേ വണ്ടി നോക്കിയിട്ട് അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് കൊണ്ടുവന്ന നമ്മുടെ ചോക്കോസും പാലും വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. നമ്മളിപ്പം ഇവിടുന്ന് അഗോഡ ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അഗോഡ ഫോർട്ടിലേക്ക്. അപ്പം നമ്മൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞ സമയം നമ്മൾ എണീറ്റപ്പോൾ താമസിച്ച് പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചത് ചോക്കോസാണ്. ചോക്കോസൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ പേ ആൻഡ് പാർക്കിനാണ് 100 രൂപ ആയത്. അവിടുത്തെ എൻട്രി ഫീ അല്ല. എൻട്രി ഫീ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നേരെ ഇങ്ങോട്ട് എടുക്കാൻ തോന്നുന്നു. എത്ര 30 രൂപയോ 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. കടയിലാണ്. ഇവിടെ നിന്ന് ഒരു വടാപ്പാവും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം. 30 രൂപയ്ക്ക് വർത്താണ്. ബ്രെഡ് ഓംലേറ്റ് കിട്ടിയിരിക്കുകയാണ്. കൊള്ളാം. നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സാൻഡ്വിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു 3 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇതും കൊള്ളാം. അവസാനം നമ്മളൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന്. ഇവിടെ ക്യാഷൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ഇവർ. 20 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷേ നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം. നെറ്റ്വർക്കും വളരെ കുറവാണ്. ഞങ്ങൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം ഒന്ന് ടിക്കറ്റ് കിട്ടിയത്. അത് നേരെ അവർ QR സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇതാണ് ഫോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. 17-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാർ പണിത ഒരു ഫോർട്ടാണിത്. നമ്മളിപ്പം ഫോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇതാണ് ഈ ഫോർട്ടിൻ്റെ കീ പ്ലാൻ. നടുക്കായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസാണിത്. കാൻഡോലിം ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിൻ്റെ താഴെയായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോം ജീസസ് ബസിലിക്ക എന്ന ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോർച്ചുഗീസുകാർ പണിത വളരെ പഴയ ഒരു ചർച്ചാണത്.
ഗോവയിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് സീ കത്തീഡ്രൽ. നമ്മളിപ്പം സീ കത്തീഡ്രലിൻ്റെ മുമ്പിലാണ്. 1600 പണിതിട്ടുള്ള ഒരു പഴയ ചർച്ചാണിത്. പോർച്ചുഗീസ് രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ചർച്ച് ഇപ്പം വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു സ്റ്റാൻഡ് നിലത്ത് വെച്ചിട്ട് വീഡിയോസ് ഫോട്ടോസ് എടുക്കരുതെന്നൊക്കെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, നമുക്ക് കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പനാജിയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. വളരെ ശാന്തമായൊരു പ്രദേശമാണ്, അധികം തിരക്കൊന്നുമില്ല. കോവിഡ് റെഗുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് മാസ്ക് ധരിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അതുപോലെ തന്നെ സാനിറ്റൈസറും യൂസ് ചെയ്തിട്ട് വേണം. എൻട്രൻസ് തന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഷാൻഡിയർ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായ പഴയ ഷാൻഡിയറാണെന്നുള്ളത്. ഫോട്ടോഗ്രാഫി അകത്ത് അലൗഡ് അല്ലെന്നാണ് നമുക്ക് ഗേറ്റിൽ നിന്ന് പറഞ്ഞത്. എന്നാലും നിങ്ങളിത് കാണിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. വളരെ നല്ല ഹൈറ്റിലാണ് ഈ ചർച്ച് പണിതിട്ടുള്ളത്. കൂടാതെ തന്നെ ചുമരുകളിലും മറ്റും ചിത്രങ്ങളും ഒട്ടേറെ പണികളൊക്കെ ആയിട്ടാണ് ഈ ചർച്ചിൻ്റെ. ചർച്ചിൻ്റെ അകത്തായിട്ടുള്ളൊരു കല്ലറയാണിത്. പഴയ പണ്ടത്തെ കാലത്ത് ചർച്ചിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കല്ലറയിൽ സംസ്കാരങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. പണ്ടത്തെ ഒരു നേർച്ചപ്പെട്ടിയാണിത്. ഇതാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അത്ര ഉയരത്തിലാണ് ഈ ചർച്ച്. നല്ല ഹൈറ്റുണ്ട്. സീ കത്തീഡ്രൽ ചർച്ച് എന്ന് പറയുന്നത് 76 മീറ്റർ ഉയരവും അതുപോലെ തന്നെ 51 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ ചർച്ചാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പോർച്ചുഗീസ് മാതൃകയിലാണ്. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ ചർച്ച് ഇപ്പോൾ ഉള്ളത്. കോവിഡ് മാനദണ്ഡമെല്ലാം പാലിച്ചുകൊണ്ട് ഇപ്പം ചെയറിലെല്ലാം ആണെങ്കിലും അവർ സ്പേസ് ഒക്കെ ഇട്ടാണ് സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇരിക്കേണ്ടവർക്ക് ആ ഒരു സ്പേസ് ഡിസ്റ്റൻസ് ഇട്ട് ഇരിക്കാനൊക്കെ പറ്റും. ബോം ജീസസ് ബസിലിക്കയിലാണ് 1600-ാം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുരാതനമായൊരു ചർച്ചാണിത്. പോർച്ചുഗീസ് ചർച്ച് തന്നെ. ആർക്കിടെക്ചറെല്ലാം പോർച്ചുഗീസ് രീതിയിലാണ്. നമ്മുടെ വെട്ടുകല്ല് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതിയെല്ലാം. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചർച്ചാണിത്. നമ്മളിപ്പം ഓൾഡ് ഗോവയിലെ ചർച്ചസ് എല്ലാം കണ്ടിറങ്ങി. ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം.